ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന രണ്ട് മൂന്ന് പ്രോബ്ലങ്ങൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം. ശ്രീലക്ഷ്മി ഈസ് ആൻ എംപ്ലോയി ഓഫ് എ മാവേലി സ്റ്റോർ. ഷീ പാക്കറ്റ് ഗ്രെയിൻസ് ഇൻ സ്മോൾ പാക്കറ്റ്സ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി മാവേലി സ്റ്റോറിലെ ഒരു എംപ്ലോയി ആണ്. അപ്പോൾ അവൾ ആ മാവേലി സ്റ്റോറിലെ ചില ഐറ്റങ്ങൾ പാക്ക് ചെയ്തതിനെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് താഴെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടേബിളിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ഗ്രെയിൻസ് ആണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഓരോ പാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര പാക്കറ്റ്സ് ആയിട്ടാണ് പാക്ക് ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ടേബിൾ ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വാർ ഗ്രീൻ ഗ്രാം 40 കിലോഗ്രാം ഉണ്ടായിരുന്നു. ഓരോ പാക്കറ്റിലും 1/2 കിലോഗ്രാം വെച്ചാണ് പാക്ക് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ എത്ര പാക്കറ്റ്സ് ഉണ്ടാവും? സെക്കൻഡ് വൺ ബോൾഡ് ഗ്രാം, ടോട്ടൽ ക്വാണ്ടിറ്റി 25 കിലോഗ്രാം ആണ്. ആകെ 100 പാക്കറ്റ്സിലായിട്ടാണ് മാറ്റി വെച്ചത് എങ്കിൽ, അല്ലെങ്കിൽ 100 പാക്കറ്റ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ പാക്കറ്റിലും എത്ര ഗ്രാം വെച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു? തേർഡ് വൺ ബ്ലാക്ക് ഗ്രാം, ടോട്ടൽ ക്വാണ്ടിറ്റി 15 കിലോഗ്രാം ഉണ്ടായിരുന്നു. ഒരു പാക്കറ്റിൽ 3/4 കിലോഗ്രാം വെച്ചാണ് പാക്ക് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ എത്ര പാക്കറ്റ്സ് ഉണ്ടാവും? ലാസ്റ്റ് വൺ ബംഗാൾ ഗ്രാം, ആകെ 20.5 കിലോഗ്രാം ഉണ്ടായിരുന്നു. 1/4 കിലോഗ്രാം വെച്ചാണ് ഒരു പാക്കറ്റിൽ പാക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ്സ് ഉണ്ടാവും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. എ പാർട്ട് ഗ്രീൻ ഗ്രാം. ഗ്രീൻ ഗ്രാം quantity 40 kg, quantity in each packet 1/2 kg, number of packets. Total quantity divided by each quantity in a packet is equal to 40 divided by half. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ട ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 80. അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് എത്രയാണ്? 80. ഇതാണ് എ പാർട്ട്. ബി ബോൾഡ് ഗ്രാം. ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻ ഈച്ച് പാക്കറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. quantity in each packet. ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 25 കിലോഗ്രാം. ടോട്ടൽ ക്വാണ്ടിറ്റീനെ നമ്പർ ഓഫ് പാക്കറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100. ഇനി എന്താ ഈ ഫ്രാക്ഷനെ ചെറുതാട്ടോ, മുകളിലും താഴെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 ഡിവൈഡഡ് ബൈ 20. അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എന്ത് പറയാം? ക്വാണ്ടിറ്റി ഇൻ ഈച്ച് പാക്കറ്റ് 1/4 കിലോഗ്രാം. ശരിയല്ലേ? 100 പാക്കറ്റ്സ് 1/4 കിലോഗ്രാം വീതമുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? ടോട്ടൽ ക്വാണ്ടിറ്റി 25 കിലോഗ്രാം. ഓക്കെ, ബി പാർട്ട് കംപ്ലീറ്റ് ആയി. സി പാർട്ട് ബ്ലാക്ക് ഗ്രാം. എത്ര പാക്കറ്റ്സ് ഉണ്ടായിരുന്നു? നമ്പർ ഓഫ് packets. Number of packets of black gram. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് ഇതേ സെയിം സ്റ്റെപ്പാണ്. ടോട്ടലിനെ ഓരോ പാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എത്ര കിലോഗ്രാം ആയിരുന്നു? 50 kg ഡിവൈഡഡ് ബൈ ഓരോ പാക്കറ്റിലുള്ള എത്ര കിലോഗ്രാം ചെയ്ത് വരുന്നു? 3/4 കിലോഗ്രാം. എന്ത് ചെയ്യുക? ഈ നമ്പറിനെ വേറെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്ട് എന്ത് ചെയ്താൽ മതി? ആ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3/4 റെസിപ്രോക്കൽ 4/3. 15 ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കിട്ടും. അല്ലെങ്കിൽ 50 × 4 ചെയ്യുക, 60 കിട്ടും. 60 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ ആൻസർ 20 കിട്ടും. രണ്ട് രീതി ചെയ്യാം. 50 × 4 ചെയ്യുക, 50 × 4 ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ 20. അപ്പോൾ എത്രയാണ്? നമ്പർ ഓഫ് പാക്കറ്റ്സ് ഓഫ് ബ്ലാക്ക് ഗ്രാം എത്രയാണ്? 20. ലാസ്റ്റ് പാർട്ട് ബംഗാൾ ഗ്രാം. എത്ര പാക്കറ്റ്സ് ഉണ്ടായിരുന്നു? നമ്പർ ഓഫ് packets of
മെഗാഗ്രാം. അതുകൊണ്ട് തന്നെയാണ് ടോട്ടൽ ക്വാണ്ടിറ്റിനെ എത്രയാണ് ക്വാണ്ടിറ്റിയും ഈച്ച് പാക്കറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ എത്രയാണ് ഉണ്ടായിരുന്നത് 20.5 ഡിവൈഡ് ബൈ ഓരോ പാക്കറ്റിലുണ്ടായിരുന്ന എത്രയാണ് ക്വാർട്ടർ കിലോഗ്രാം. ഫസ്റ്റ് എന്ത് ചെയ്യുക 20.5-നെ അതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്, അതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. എത്ര വരും 41 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 1/4. ഒരു ഫ്രാക്ഷനെ വേറെ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഡിവൈഡ് ചെയ്യുന്ന ഫ്രാക്ഷൻ കൊണ്ട് അതിൻ്റെ റിസൾട്ട് നോക്കുന്നതിനായിട്ട് പ്രോഗ്രാം 41 × 4 ഡിവൈഡ് ബൈ 2 164/2 82 പാക്കറ്റ്സ് ഇതാണ് ആൻസർ. ഓക്കെ, എന്താണ് വന്നിരിക്കുന്നത്? ഈ ടേബിളിലുള്ള ഫില്ല് ചെയ്യാനായിരുന്നു. ഫസ്റ്റിനകത്ത് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടായിരുന്നു, ടോട്ടൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടായിരുന്നു, പാക്കറ്റ്സിന് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പാക്കറ്റ്സിൽ ക്വാണ്ടിറ്റി എത്ര തന്നിട്ടുണ്ടെങ്കിൽ പാക്കറ്റ്സിന് വേണ്ടി കണ്ടുപിടിക്കുക. ടോട്ടലിൻ്റെ ഒരു പാക്കറ്റിക്കുള്ള ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ പാക്കറ്റ്സിന് വേണ്ടി കിട്ടും. ഇനി ഓരോ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടായിരുന്നു, എത്ര പാക്കറ്റ്സ് ആണ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി ഈച്ച് പാക്കറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ക്വാണ്ടിറ്റീനെ പാക്കറ്റ്സിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 25/100 വരും. അതിനെ ഏറ്റവും ചെറുതാക്കുമ്പോൾ ക്വാർട്ടർ കിലോഗ്രാം വരും. നെക്സ്റ്റ് ബ്ലാക്ക് ഗ്രാമിൻ്റെ പാക്കറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക. ടോട്ടലിനെ ഒരു പാക്കറ്റിൻ്റെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെയും ടോട്ടലിനെ ഒരു പാക്കറ്റിൻ്റെ അളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര പാക്കറ്റ്സ് എണ്ണം വീതം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A ribbon of length 1 meter is divided into 4 equal parts. If one part is cut out from it, what part of the wall does the piece represent? ഒരു റിബണിനെ 4 തുല്യ കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലൊരു പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ആ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഒരു പോർഷൻ, ഒരു പാർട്ട് എന്ന് പറയുന്നത് ആകെയുള്ളതിൻ്റെ എത്ര ഭാഗമാണ്? ബി പാർട്ട്. ഡിവൈഡ് ദ റിമൈനിങ് പാർട്ട് ഇൻ ടു 2 equal pieces. വാട്ട് പാർട്ട് ഓഫ് ദ വോൾ ഡസ് 1 piece ഓഫ് ദ റിബൺ റെപ്രസെൻറ്റ്? അതായത് ബാക്കി മിച്ചമുണ്ട്. ആദ്യമേ 4ആയിട്ട് കട്ട് ചെയ്തതിൽ ഒരു ഭാഗം മാറ്റി വെച്ചു, ബാക്കിയുള്ള ഭാഗം ആകെയുള്ളതിൻ്റെ എത്രയാണ്? ആ ബാക്കിയുള്ള ഭാഗത്തെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അങ്ങനെയുള്ള ഒരു പീസ് ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ എത്ര ഭാഗമാണ്? ഇനി സി പാർട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഈക്വൽ? താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതൊക്കെയാണ് ഈക്വൽ? എ 1/3 of 1/2, ബി 3 times 1/2, സി 1/3 of 2, ഡി 2 times 1/3. ഇതിലേതൊക്കെയാണ് ഈക്വൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഡി പാർട്ട്. വിച്ച് അമംഗ് ദ എബോവ് ഈസ് ഗ്രേറ്റർ ദാൻ 1? മുകളിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒന്നിനേക്കാൾ വലുതായിട്ട് ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, എ റിബൺ ഓഫ് ലെങ്ത് 1 meter ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 equal parts. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് വൺ പാർട്ട് ഈസ് കട്ട് ഔട്ട് ഫ്രം ഇറ്റ്, വാട്ട് പാർട്ട് ഓഫ് ദ വോൾ ഡസ് ദ പീസ് റെപ്രസെൻറ്റ്? ഓക്കെ, എ റിബൺ cut into 4 equal parts and length of each part. A ribbon of length 1 meter cut into 4 equal parts. Length of each part is equal to 1/4 meter. അതായത് ഈച്ച് പാർട്ട് അതായത് ഒരു പീസ് എന്ന് പറയുന്നത് എന്താ? ലെങ്ത് ഓഫ് 1 piece equal to 1/4 of 4. ആകെ ഉള്ളതിൻ്റെ 1/4. അപ്പോൾ എ പാർട്ട് കംപ്ലീറ്റ് ആയി. അടുത്ത് ബി പാർട്ട് ചോദിച്ചെന്താണ്? റിമൈനിങ് പീസ്. റിമൈനിങ് പീസിനെ വീണ്ടും റിമൈനിങ് പാർട്ട് 1 - 1/4. ഒരു പോർഷൻ മാറ്റി നിർത്തിക്കാൻ വേണ്ടി എത്രയാണ്? ഇതിനെ 4/4 - 1/4 എഴുതാം. കുറയ്ക്കാൻ വേണ്ടി ഡിനോമിനേറ്റർ 4 ഉള്ളത് ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അപ്പോൾ എന്ത് കിട്ടും? 3/4 of 4. ആകെ ഉള്ളതിൻ്റെ 3/4 പോർഷൻ. ഇനി again cut into 2 length of each part equal to 2 ഡിവൈഡ് ചെയ്താൽ 1/2 of 3/4 which is equal to 1/2 into 3/4 which is equal to 3/8 of 4. ആകെ ഉള്ളതിൻ്റെ 3/8 പോർഷൻ. അപ്പോൾ എന്തായി? ബി പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി സി പാർട്ട് താഴെ തന്നിരിക്കുന്നത്
ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ളത്? അപ്പോൾ എ നോക്കാം. എ 1/3 of 2, 1/3 of 1/2, which is equal to 1/3 into 1/2, which is equal to 1/6. B 3 times 1/2, 3 times 1/2, which is equal to 3 into 1/2, which is equal to 3/2. C 1/3 of 2, 1/3 of 2, which is equal to 1/3 into 2, which is equal to 2/3. Last one D 2 times 1/3, 2 times 1/3, which is equal to 2 into 1/3. ഏതൊക്കെയാണ് ഈക്വൽ? ഓക്കെ, ഇതിനകത്ത് ഈക്വൽ ആയിട്ടുള്ളത് സിയും ഡിയും, സിയും ഡിയും ആണ് ഈക്വൽ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നാലാമത് ചോദിച്ചത് ഇതിലേതാണ് ഒന്നിനേക്കാൾ വലുത്? അപ്പോൾ നോക്കി, ഡിനോമിനേറ്റർ ചെറുതും ന്യൂമറേറ്റർ വലുതുമുള്ളതില്ലാത്ത ഏതാണ്? ഡി ആണ്. അപ്പോൾ ഇതിലേതാണ് ഡിയുടെ ആൻസർ ഓപ്ഷൻ ഡി. സിയുടെ ആൻസർ സി, ഓപ്ഷൻ സിയും ഡിയും. ഡിയുടെ ആൻസർ ഓപ്ഷൻ ഡി. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The painting work of Biju's house is in progress. On the first day, 2/5 part of the work was completed. ബിജുവിൻ്റെ വീടിൻ്റെ പെയിൻറ്റിങ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം ആകെ ഉള്ളതിൻ്റെ 2/5 പാർട്ട് വർക്ക് കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മച്ച് പാർട്ട് ഓഫ് ദ വർക്ക് ഈസ് യെറ്റ് ടു ബി കംപ്ലീറ്റഡ്? ഇനി എത്ര ഭാഗം വർക്കാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? ഓൺ ദ സെക്കൻഡ് ഡേ 3/4 പാർട്ട് ഓഫ് ദ റിമൈനിങ് വർക്ക് വാസ് കംപ്ലീറ്റഡ്. രണ്ടാമത്തെ ദിവസം ബാക്കിയുള്ളതിൻ്റെ 3/4 പോർഷനും കൂടെ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ ബി പാർട്ട് വാട്ട് പാർട്ട് വാസ് പെയിൻറ്റഡ് ഓൺ സെക്കൻഡ് ഡേ ആകെ ഉള്ളതിൻ്റെ എത്ര ഭാഗം പെയിൻറ്റ് ചെയ്തു? തേർഡ് ഡേ സി പാർട്ട് ഹൗ മച്ച് പാർട്ട് വാസ് പെയിൻറ്റഡ് ഇൻ 2 days. 2 ദിവസം കൂടെ ആകെ എത്ര പാർട്സ് ആകെ ഉള്ളതിൻ്റെ എത്ര ഭാഗം വർക്ക് ചെയ്തു തീർന്നു? ഡി പാർട്ട് ഹൗ മച്ച് വർക്ക് വിൽ റിമൈനിങ് ടു ബി കംപ്ലീറ്റഡ് ആഫ്റ്റർ ദ 2 days. 2 ദിവസത്തിന് ശേഷം ആകെ വർക്കിൻ്റെ എത്ര ഭാഗം ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. പറഞ്ഞെന്താ? ഫസ്റ്റ് പറഞ്ഞെന്താ? ഫസ്റ്റ് ഡേ 2/5 പാർട്ട് ഓഫ് വർക്ക് വാസ് കംപ്ലീറ്റഡ്. ഫസ്റ്റ് ഡേ കംപ്ലീറ്റഡ് 2/5 പാർട്ട് ഓഫ് വർക്ക്. ആദ്യത്തെ ദിവസം ആകെ ഉള്ളതിൻ്റെ 2/5 പാർട്ട് വർക്ക് ചെയ്ത് തീർന്നു. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് വർക്ക് ബാക്കി എത്രയുണ്ട്? ടോട്ടലിനെ നമ്മൾ 1 എന്ന് എടുക്കുന്നത് 1 മൈനസ് 2/5. ഈ 1നെ നമുക്ക് 5/5 എന്ന് എടുക്കുക, എന്നിട്ട് 2/5 കുറയ്ക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു 3/5 ഓഫ് വോൾ. ആകെ വർക്കിൻ്റെ 3/5 ഇനി മിച്ചമുണ്ട്. ഇനി സെക്കൻഡ് ഡേ മിച്ചമുള്ളതിൻ്റെ എന്താ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞേ? ഇപ്പം ഇതെന്തായിരുന്നു? ഇത് എ പാർട്ടാണ്. ഇനി ബി പാർട്ട് സെക്കൻഡ് ഡേ completed 3/4 of remaining. ബാക്കിയുള്ളതിൻ്റെ 3/4. അതായത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി പാർട്ട് റിമൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ഓഫ് റിമൈനിങ് എന്ന് പറഞ്ഞാൽ 3/4 ഓഫ് 3/5 which is equal to 3/4. എന്താ റിമൈനിങ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത്? 3/5 ഓഫ് വോൾ. അപ്പോൾ 3/4 ഇൻറ്റു 3/5 വിച്ച് ഇസ് ഈക്വൽ ടു 9/20 ഓഫ് വോൾ. മിച്ചമുള്ളതിൻ്റെ 3/4 പോർഷൻ കംപ്ലീറ്റ്, അതായത് 9/20 പോർഷൻ വർക്ക് ചെയ്തു. ആകെ ഉള്ളതിൻ്റെ 9/20 പോർഷൻ വർക്ക് ചെയ്ത് തീർന്നു. അതാണ് ബി പാർട്ട്. അടി വെച്ച് അടുത്ത സി പാർട്ട് 2 ദിവസം കൂടെ ആകെ എത്ര വർക്ക് ചെയ്ത് തീർന്നു? work completed in 2 days. ഫസ്റ്റ് ഡേ എത്രയാണ് കംപ്ലീറ്റ് ചെയ്തത്? 2/5. 2/5 പ്ലസ് 9/20 ഇസ് ഈക്വൽ ടു ഇതിന് മുകളിലും താഴെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ എന്തിനാണ്? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി. അപ്പോൾ 8/20
plus 9/20 which is equal to 17/20 of whole work. ആകെ വർക്കിൻ്റെ 17/20 പോർഷൻസ് വർക്ക് ചെയ്തു. ആ 2 ദിവസം കൊണ്ട് ഫസ്റ്റ് ഡേ 2/5, സെക്കൻഡ് ഡേ 9/20. ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ മുകളിലും താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ. എന്തിനാണ്? ഇവിടെ ഡിനോമിനേറ്റർ 20 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 20 ആക്കാൻ വേണ്ടി മുകളിലും താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 8/20 പ്ലസ് 9/20 വിച്ച് ഇസ് ഇക്വൽ ടു 7/20 ഓഫ് 4. ആകെ ഉള്ളതിൻ്റെ 7/20 പോർഷൻസ് വർക്ക് ചെയ്ത് തീർന്നു. ഇനി ഡി പാർട്ട് റിമൈനിങ് വർക്ക് ആഫ്റ്റർ 2 days, 2 ദിവസത്തിന് ശേഷം ബാക്കിയുള്ള വർക്ക്. അതെന്താണ്? 2 ദിവസം കൊണ്ട് വർക്ക് ചെയ്താൽ 7/20. അപ്പോൾ ആകെ ഉള്ളതിനെ 1 എടുക്കുക, 17/20 കുറയ്ക്കുക. പിന്നെ ഇതിനെന്ത് ചെയ്യുക? മുകളിലും താഴെ 20 ഉള്ള ഒരു ഫ്രാക്ഷനാക്കി മാറ്റുക. അപ്പോൾ 20/20 എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ? 20/20 മൈനസ് 17/20 വിച്ച് ഇസ് ഈക്വൽ ടു 3/20 ഓഫ് ഹോൾ വർക്ക്. ആകെ ഉള്ളതിൻ്റെ 3/20 പോർഷനാണ് ഇനി ഏറ്റവും ബാക്കിയുള്ളത്. 3/20 പാർട്ട് നിങ്ങൾ പറയാം. ഫസ്റ്റ് ഡേ ബിജുവിൻ്റെ ഹൗസിൻ്റെ 2/5 പാർട്ട് വർക്ക് പെയിൻറ്റ് ചെയ്ത് തീർന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി വർക്ക് 1 മൈനസ് 2/5, 3/5 ഓഫ് 4. ആകെ ഉള്ളതിൻ്റെ 3/5 മിച്ചമുണ്ട്. ഇനി സെക്കൻഡ് ഡേ കംപ്ലീറ്റഡ് 3/4 ഓഫ് റിമൈനിങ് എന്ന് പറഞ്ഞാൽ 3/5 ആണ്. അതിൻ്റെ 3/4 കൂടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ 3/4 ഓഫ് 3/5 വിച്ച് ഇസ് ഈക്വൽ ടു 9/20 ഓഫ് 4. ആകെ ഉള്ളതിൻ്റെ 9/20 വർക്ക് ചെയ്യാൻ ഇനിയുണ്ട്. അല്ല, സെക്കൻഡ് ഡേ കംപ്ലീറ്റ് ചെയ്തു. ആകെ ഉള്ളതിൻ്റെ 9/20 കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 ദിവസം കൂടെ ആകെ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഡേ 2/5, സെക്കൻഡ് ഡേ 9/20. ഇപ്പോൾ 2 കൂടെ ആഡ് ചെയ്യാനായിട്ട് മുകളിലും താഴെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ 8/20 ആയി പ്ലസ് 9/20. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. അപ്പോൾ 8 + 9 17/20 ഓഫ് ഹോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഡി പാർട്ട് റിമൈനിങ് വർക്ക് ആഫ്റ്റർ 2 days, 2 ദിവസത്തിന് ശേഷം മിച്ചമുള്ള വർക്ക്. അപ്പോൾ 2 ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് 7/20. അപ്പോൾ 1 നിന്ന് 1 കംപ്ലീറ്റ് നമ്മൾ എടുക്കണേ. 1 മൈനസ് 17/20 വിച്ച് ഇസ് ഇക്വൽ ടു ഇതിനെ 20/20 ആക്കി ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ കുറയ്ക്കുക. അപ്പോൾ 3/20 ഓഫ് ഹോൾ വർക്കാണ് ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോബ്ലം ശരിക്കും നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.